ഹലോ ഗൈസ്. അപ്പോൾ സോറി, ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഇപ്പം ഞാൻ പോണത്, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ വീട് മാറുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് ഞാൻ വേറൊരു വീട്ടിലോട്ട് മാറാം. അപ്പം വീട് മാറുകയാണെങ്കിൽ അറിയാമല്ലോ, ഒരു വീടൊന്നും നമുക്ക് നോക്കി ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെൻ്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ വീട് കാണലാണ്. ഈ വീട് ഞാൻ ഓൾറെഡി കണ്ടു. ആൻഡ് ഇന്ന് എൻ്റെ കൊളീഗും ഞാനും എൻ്റെ കൊളീഗും കൂടെ ഒരുമിച്ചാണ് വീട് മാറണേ. അപ്പം നമുക്ക് ഷെയർ ചെയ്യാമല്ലോ റെൻറ്റ്. അപ്പം ആ ഒരു പ്ലാനിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വീട് തപ്പാൻ തുടങ്ങി. അപ്പം ഈ വീട് ഞാനൊന്ന് പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 മുറി, ഒരു ഹാള്, കിച്ചൺ, 2 ബാത്റൂം, അടുക്കള, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരണേ. പിന്നെ അത് സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെയാണ്. കണ്ടാൽ പത്തിക്കാട് എന്ന് തോന്നുന്ന എൻ്റെ ഈ ഒരു സിറ്റിയിൽ ഒരു പള്ളി, ആ പള്ളിയാണെങ്കിൽ എന്തോ വലിയ സംഭവമാണ്. 2ാം ലോകം ഇത് റിലേറ്റ് ചെയ്തൊക്കെ എന്തോ വലിയ സംഭവമാണ്. അതുകൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിനേക്കാളിലും കഷ്ടമുള്ള, എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള, ട്രെയിനൊന്നും കറക്റ്റ് സമയത്ത് വരാത്ത ഒരു പട്ടിക്കാടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവിടെ ചെല്ലണം, വീട് അവരോട് ഒന്നുകൂടെ കാണണം. എന്താ മീറ്റ് ഫെറ്ററാഗ് പുള്ളി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻ കിസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട് ഗൈസ്, ഇവിടെ തുലിപ്പ് ഇതായി തുടങ്ങി. അപ്പം ആദ്യം അവിടെ പോകണം. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. സോ ഇന്നത്തെ ഈവനിങ് ഞാൻ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. ഞാൻ അവിടെ ചെന്ന്, എനിക്കറിയില്ല, ഇവിടെ ജർമ്മൻസിന് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കണത് നമുക്ക് അലൗഡ് അല്ല. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ആരുടെ വീഡിയോയും എപ്പോൾ വേണമെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വീടിൻ്റെ അവിടെ നിന്ന് എടുക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ജർമ്മൻ പറയണം വെറുതെ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണേ, എൻ്റെ ആവശ്യമില്ല. ഇല്ല അവിടുന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് കഴിയുമ്പം ബാക്കി വിശേഷങ്ങൾ പറയാം. നോക്കുക ഗൈസ്, ഇവിടെ സ്പ്രിംഗ് സീസണായി. എന്ത് ഭംഗിയാന്നറിയത് നേരിട്ട് കാണാൻ. എൻ്റെ കർത്താവേ, മൊത്തം പൂക്കളാണ്. ഇങ്ങനത്തെ മഞ്ഞപ്പൂവൊക്കെ ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിൽ കോളാമ്പി ചെടിയൊക്കെ കിളുത്ത് വരുന്നോലെയാണ് ഇവിടെ ഈ മഞ്ഞപ്പൂ കേട്ടോ. പിന്നെ ഈ ചെടി ശരിക്കും അത് വലിയ പൂവാവും. വയലറ്റ് കളർ പൂക്കൾ. ഇത് കണ്ടോ, എന്ത് രസാ. ടിങ് ടിങ്. ശരി, ആ വീട്ടുകാർ വന്നിട്ട് തന്നെ തല്ലിക്കൊള്ളും. വേറൊരു സാധനമാണ് അവിടെ കാണുന്ന വൈറ്റ് പൂവ്. മൊത്തത്തിൽ പൂ കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇനി ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ ഇല പൊഴിഞ്ഞ് കിടക്കണ എല്ലാ മരത്തിലും എന്തുണ്ടോ അസ്ഥികൂടം പോലെ നിൽക്കണുണ്ടോ മരങ്ങളൊക്കെ, അതൊക്കെ തളിർത്ത് പൂ അണിഞ്ഞ് വരും. ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിക്കാം. എൻ്റെ പിന്നെ ഇതിന് നമ്മുടെ ഭയങ്കരമാണ് ഈ വെള്ളപ്പൂവിന്. അതിൻ്റെ ആ ഒരു ഏരിയയിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇതുണ്ടോ മൊത്തം പൂക്കളാണേ. ജർമ്മനി മൊത്തം പുഷ്പിച്ച് തുടങ്ങിയിരിക്കണു. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പൂ പോലെ ഇല്ലേ, നമ്മുടെ നാട്ടിലൊരു പൂ ഉണ്ടല്ലോ ഇങ്ങനെയുള്ളേ. എനിക്ക് സമയമില്ല, അപ്പം ഞാൻ പൂ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താ. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എത്തി. ഇനി എൻ്റെ കൊളീഗും 2 കൊളീഗ്സ് വരണം, എന്നിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ. ഇതാണ് വീട്. ഇതാണ് സെക്കൻഡ് സെക്ഷനാണ് നമ്മൾ പറഞ്ഞേക്കണ വീട്. അപ്പം നോക്കാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. കാരണം എനിക്ക് അവരോട് ചടപ്പാണ് ചോദിക്കാൻ ഞാൻ വ്ലോഗ് എടുത്തോട്ടെ എന്ന്. പിന്നെ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സോ നമുക്ക് അവർ വന്നിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാനിവിടെ കയറി കണ്ടു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞു. കാരണം ഓൾറെഡി ഞാൻ വീട് കണ്ടതാണ്. പിന്നെ അവർക്ക് കാണാൻ വേണ്ടിയാണ് ഇന്നൊരു അപ്പോയിൻമെൻ്റ് എടുത്തത്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും എടുത്തില്ല. ജസ്റ്റ് വീട് ഒന്നുകൂടെ ഒന്ന് അവരെ കാണിച്ചു കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് തന്നു, ദാറ്റ്സ് ഓൾ. കുറച്ച് ഗവൺമെൻറ്റിൻ്റെ അവിടെ കൊടുത്ത് എന്തൊക്കെ പരിപാടികളുണ്ട്. അതെൻ്റെ പ്രശ്നം കൊണ്ടല്ല, എൻ്റെ കൂടെ താമസിക്കുന്ന ആളുടെ എന്തൊക്കെയോ സാധനങ്ങൾ നമുക്കറിയില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ വെറുതെ പറയണ്ടല്ലോ. ഇനി നമുക്ക് സാധനം മേടിക്കാൻ പോവാം. ഒരുപാടൊന്നും ഇല്ലേലും ആവശ്യമുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല. സവോളയില്ല, തക്കാളി ഇല്ല, ഒന്നുമില്ല. നമുക്ക് അതൊക്കെ എടുക്കാം. ഇതാ വണ്ടി കിട്ടുന്ന
ഞാൻ ഉള്ളത് അൽഡിയിലാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജർമ്മനിയിലുള്ളവർ മാത്രം ആൻസർ ചെയ്താൽ മതി. ALDI അൽഡി ആണോ അൽഡി ആണോ? അതായത് ആ ഡേ സേ ഡേ ഡേ എന്ന് പറയുമ്പോൾ അൽഡി ആണല്ലോ, പക്ഷെ എല്ലാരും അൽഡി എന്നാണല്ലോ പറയണേ. അപ്പൊ നിങ്ങൾ എന്താ പറയണേന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കട്ടെ. സോ ഗൈസ്, ഞാനിപ്പോൾ വീട്ടിലെത്തി. എൻ്റെ കർത്താവിൻ്റെ കൈയൊക്കെ ചുമന്നു. എനിക്കറിയാം ജർമ്മനിയിൽ ഇരുന്നൊക്കെ ഇത് കാണുന്നവർ എന്തിനാ ഇത്ര പ്രശ്നമെന്ന് പറയരുത്. കാരണം നാട്ടിൽ ഇരിക്കുന്നവർക്ക് അറിയില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. അവരല്ല, ഞാൻ സംസാരിക്കുന്ന കുറേ പേരുടെയൊക്കെ വിചാരം നമുക്കിങ്ങനെ ഒരു രാജകീയ ട്രീറ്റ്മെൻറ്റാണ്, പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ്, കറക്റ്റ് അതാണ് ഇവിടെ കിട്ടണത്. നമുക്ക് ഇങ്ങനെ ഇരിക്കുക, മരം കുലുക്കുക, പൈസ കിട്ടുക, അയക്കുക, അത്രേ ഉള്ളൂ എന്ന് ചിലരുടെ വിചാരം. നല്ല കഷ്ടപ്പാടുണ്ട്. ചുമ്മാതെ ആരും പൈസ തരില്ലല്ലോ. വെയിൽ വന്നു തുടങ്ങി, നല്ല പരവേശാ. ഇപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അവനെ കൊണ്ട് വയ്യ, അരകാലായി. നേരത്തെ ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിക്കാൻ വന്നത് നമുക്ക് ഡോണറാ. വിക്കിയിലോ തലേ കന്ന പോലാണ്. പാത്രം വേണ്ടി വരുമോ? കൈ കഴുകിയിട്ട് പോയിട്ട് തിന്നാം. പാത്രം വേണ്ടി വരില്ല. എനിക്ക് വേദന എടുക്കും. അയ്യോ, വെള്ളം തെറിച്ച്. അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ചേരാം. ശരിക്കും 4 യൂറോയ്ക്ക് ഈ ഡോണർ അവർക്ക് നഷ്ടമല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കണേ. കാരണം നമുക്കിത് വൻ ലാഭമാണ്. വൻ ലാഭം എന്ന് പറഞ്ഞാൽ വൻ ലാഭം. കാരണം അയ്യോ, എൻ്റെ തോമസ് തലമുത്തനായിപ്പോയി. ഉണ്ടോ ഇതിനകത്ത് എൻ്റെ ഫ്രൈസ് കുറിച്ച് ദാഹിക്കും ഭയങ്കരമായിട്ട്. അത് തിന്നാൽ പിന്നെ ഞാൻ തിന്ന് തീർക്കത്തുമില്ല. അല്ലെങ്കിൽ അത് ഞാൻ തീർക്കും തോന്നുന്നില്ല. ഇത്രയുണ്ട്. ഇതാണ് ഡോണർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ഡോണർ തിന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയിട്ട് അയച്ചേ. അതാരായിരുന്നു ആരോ ഞങ്ങളെ പറഞ്ഞ് മോട്ടറാക്കി, നാട്ടിലെ ഷവർമ്മ അത് തന്നെ എന്നൊക്കെ പറഞ്ഞ്. ഷവർമ്മ പോലൊന്നുമല്ല, അത് അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനാണ്. അതായത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇറച്ചിയുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വെച്ച് സോസൊക്കെ വെച്ച് നല്ലതാണ്. ഷവർമ്മ ഇതും തമ്മിൽ കമ്പയർ ചെയ്യാനേ പാടില്ല. ഷവർമ്മ വേറെ, ഇത് വേറെ. ഉണ്ടോ? ഇത്ര വലിപ്പമുണ്ട്. അടങ്ങിച്ചേരെ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? എപ്പോൾ ഈ സാധനം മേടിച്ചാലുള്ള കൺഫ്യൂഷനാണ്, എവിടെ കടിക്കും, എവിടെ ഫസ്റ്റ് കടി കൊടുക്കും. ഒരു കൂടുതലും പച്ചക്കറിയാണ് വെച്ചേക്കണേ. നമുക്ക് മറ്റാട്ടോ ഉള്ളി ചിക്കൻ ഉണ്ട്. ഇവിടെ തുടങ്ങാം. പേപ്പർ മീശ നല്ല ടേസ്റ്റുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഡോണറിന് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ ഇത് 4 യൂറോ, ഇത് ശരിക്കും നമുക്ക് ലാഭമാണ്. ഓൾറെഡി എനിക്ക് 2 നേരത്തെ ഫുഡാണ്. നാട്ടിലിരിക്കണവർ ഇതൊന്നും കണ്ട് കൊതിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഷവർമ്മയുടെ 4ലൊന്നും വരില്ല ഇതൊന്നും. പക്ഷെ ഇത് ഹെൽത്തിയാണ്. അതിനകത്ത് വയ്ക്കുന്ന സോസ് മയോണൈസ് അല്ല. അപ്പം ഇത് മൊത്തത്തിൽ ഹെൽത്തിയാണ്. ഇത് യോഗർട്ട് സോസാണ്. അത് തൈര്, അതിന് പുളിയുണ്ട്.
പിന്നെ ചിക്കനായിരുന്നേ, പിന്നെ വെജിറ്റബിൾസ് ആയിരുന്നു, പിന്നെ ഈ ബ്രെഡ് മൈദ ആണെങ്കിലും. പക്ഷെ എന്നാലും ബാക്കി അത്രയും സാധനങ്ങൾ ഹെൽത്തി വേർഷൻ അല്ലേ. ഞാനിപ്പം എപ്പോഴും ആലോചിക്കണ കാര്യമാണ്, നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് റീലുണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു 3-4 കൊല്ലം മുമ്പുള്ള ഒരാളോട് സംസാരിക്കുന്ന ടൈപ്പം. ആ അലീനയ്ക്ക് ഒരു 2019-20 ആ അലീനൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ നേഴ്സിംഗ് ആയിരിക്കും എടുക്കാൻ പോണേ, ഞാൻ ജർമ്മനി വരും. അയ്യോ, പോലീസിൻ്റെ എന്തോ സെലക്ഷന് വേണ്ടി ഇങ്ങനെ നോക്കി അക്ഷയയിലൊക്കെ ചോദിച്ച് അതിൻ്റെ പേപ്പർ വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കല്യാണം തന്നെ. അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു കസിൻ പറയണം അവൾ ഇത് കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോവാ ഇന്ന സ്ഥലത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ പറയും അവൾ ജർമ്മൻ പഠിക്കാൻ പോകും, ജർമ്മൻ നേഴ്സിംഗ് ആയിരിക്കും എടുക്കണേ. ഞാനില്ല, ഞാൻ ഈ കേരളം വിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ നിൽക്കില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് എനിക്കൊരു പരിചയമില്ല, എനിക്ക് അങ്ങനെ മാറി നിൽക്കുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോൾ അവിടെ ഇരിക്കണേ ജർമ്മനിയിൽ, അതാണ് തലവിധി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അന്ന് വൈകിട്ട് കയറി ആലുവയിൽ പോയി പഠിക്കാൻ തുടങ്ങിയതാണ്, അന്ന് വീട്ടിൽ നിന്ന് പോയതാണ്. എനിക്ക് കുറേ പേര് കുറച്ച് പിള്ളേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ജർമ്മൻ പഠിക്കാൻ എളുപ്പമാണോ, എന്താ ചെയ്തേ, എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ. സത്യം പറയാലോ, ഞാൻ എങ്ങനെയോ പഠിച്ചെത്താ, ഇത്രേ ഉള്ളൂ. A1 A2 നിങ്ങൾ ഉഴപ്പാതിരുന്നാൽ മതി, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് ട്രൈ ചെയ്യാം, എൻ്റെ അപ്പൻ ഇത്ര പറഞ്ഞു, നീ ഒന്ന് പോയി നോക്ക്, ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വാ. സോ എനിക്ക് അവിടെ ഒരു പ്രഷറില്ല. അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ട് പോയി. ഓക്കെ, ഇംഗ്ലീഷുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോ എനിക്കൊരു A1 പകുതിയായപ്പം ലാംഗ്വേജ് ഇഷ്ടമായി. അപ്പം ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, കുഴപ്പമില്ലാന്ന് തോന്നണമെന്ന്. അത് പിന്നെ ബാക്കി പഠിച്ചു. A1 A2 ബേസ് കിട്ടിക്കഴിഞ്ഞാൽ B1 B2 ഒക്കെ നിങ്ങൾക്ക് പുഷ്പം പോലെ എടുക്കാവുന്നുള്ളൂ. കാരണം B1 B2 നിങ്ങൾ അതിൻ്റെ ബാക്കിയായിട്ടല്ലേ പഠിക്കണേ, ഒരുപാട് അങ്ങനെ വലിയ ഇതൊന്നും വരുന്നില്ല. A1 A2 ആണ് ഏറ്റവും ബേസിക്. സോ പഠിക്കാൻ പോകണവരോ അത് ഫോക്കസ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ ദിവസം Q&A ഇട്ടപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മൻ മിണ്ടാവോന്ന്. എൻ്റെ പിന്നെ ഭർത്താവ്, എനിക്ക് ജർമ്മൻ മിണ്ടാനുള്ള, അതും ഇങ്ങനെ ഫോണൊന്നും വെച്ചിട്ട് മിണ്ടാനുള്ള കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. അതായത് എനിക്കറിയില്ല, ഞാൻ സംസാരിക്കാറുണ്ടോയെന്ന് വെച്ചാൽ ആവറേജ് ഇവിടെ സംസാരിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ആ ഇത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കും നമ്മളിങ്ങനെ ബോധമില്ലല്ലോ, നമ്മൾ കൈ വെക്കണോ എന്തെങ്കിലുമൊക്കെ പറയണം, അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഓണാക്കി വെക്കാം, എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിന് നല്ലൊരു പോർഷൻ ഉണ്ടെങ്കിൽ അത് ഇടാന്ന്. എവിടെ, ഞാൻ ഇത് ബോധപൂർവ്വമാണല്ലോ ഫോൺ ഓണാക്കി വെക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങയും മിണ്ടില്ല. എനിക്കറിയാവുന്ന ഉത്തരമാണെങ്കിൽ പോലും വായും പിടിങ്ങനെ മിണ്ടാണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ജർമ്മൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ പണ്ടായിരുന്നോ നമ്മുടെ നാട്ടിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെയാണ് പഠിക്കണേ. വെർബിൻ്റെ പൊസിഷൻ സെക്കൻഡ് ആയിരിക്കണം, ഇന്ന സാധനം വരുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ അങ്ങനെ വേണം, സബ്ജക്റ്റീവ് വെർബ് അങ്ങനെ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പം മലയാളത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അത് നോക്കിയിട്ടൊന്നും സംസാരിക്കണം. സോ സെയിം വേ ആണ് ഇവിടെ ഉള്ളവർക്കും അറിയില്ല ജർമ്മൻ ലാംഗ്വേജിന് ഇന്ന സ്ട്രക്ചറാണ്, ഇത് വരുമ്പോൾ അത് അവിടെ പോകണം, അത് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുകയാണോ പറയാം, വൊക്കാബുലറി ഉണ്ടായാൽ മതി. എനിക്ക് എന്തും പറയാമെന്നില്ല കേട്ടോ, വാക്ക് പെറുക്കി പറയുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. പക്ഷേ ഒരുമാതിരി ഒക്കെ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റും. അമ്മേ പിന്നെ അത് കണ്ടു ഞങ്ങളടുത്ത് എന്തോ പറയണമെന്ന് വിചാരിച്ചു ഞാൻ മറന്നുപോയി. അപ്പം എന്തായാലും
തിന്നിട്ട് ബാക്കി കാര്യങ്ങൾ അല്ല ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനും കൂടെ ഇനി ആ സാധനങ്ങൾ മേടിച്ചൊക്കെ അടിയിടയ്ക്ക് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം 3 പരീക്ഷയുണ്ട്. പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട്. പക്ഷേ പഠിക്കുമെന്നറിയില്ല. എനിക്ക് തിങ്കളും ചൊവ്വയൊക്കെ ഭയങ്കര മൂടാണ് പഠിക്കാൻ. ഇന്നലെ ഇന്നായിട്ട് ഒരു മൂടുമില്ല പഠിക്കാൻ. തിങ്കളാഴ്ച ഒരു പരീക്ഷ തുടങ്ങും. തിങ്കളാഴ്ച ഒരു പരീക്ഷ, പിന്നെ വെള്ളിയാഴ്ച ഒരു പരീക്ഷ, അതിനിടയ്ക്ക് ഒരു പ്രസൻറ്റേഷൻ. വെള്ളിയാഴ്ചത്തെ പരീക്ഷ 2 പേരുടെയാണ്. എന്ത് കാട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ എത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. എനിക്കറിയത്തില്ലാത്തതാണെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ഞാൻ മിണ്ടായിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എനിക്കത് അറിയില്ല എന്നാണ്. ഓക്കെ, നിൻ്റെ അടുത്ത് ജർമ്മൻ അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി ചോദിക്കൂ, ഞാൻ പറയാം. ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ചോദിക്കൂ, ഞാൻ പറയാം. എൻ്റെ അടുത്ത് വന്നിട്ട് ആ ലോജിസ്റ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്താ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊന്നും വന്ന് ചോദിക്കരുത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ എപ്പോൾ Q&A ഇട്ടാലും പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അവിടെ ഈ ജോബിന് ഇന്ന സ്കോപ്പ് ഉണ്ടോ, ആ ജോബിന് അങ്ങനെ ഉണ്ടോ. ഞാനെന്നിട്ട് ലാസ്റ്റ് സഹി ഇട്ടിട്ട് ഞാൻ ChatGPT എടുത്ത് വെച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ആ ChatGPT ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കണം. യുദ്ധം പെട്ടെന്ന് തന്നെ തീരാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്നൊരു കൊറിയർ അയച്ചിട്ടുണ്ട്, അതില്ലെങ്കിൽ ഇവിടെ എത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ.